ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോക എല്ലാ തരത്തിലും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. ഓവർസീസിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 101 കോടിക്ക് മുകളിൽ, അതായത് 11.4 മില്യൺ. ഇത് 16 ദിവസത്തെ കണക്കുകളാണ്. 17ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെയും മുകളിലേക്ക് പോകുന്നു. എന്താണേലും ഇനി എമ്പുരാൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് മുന്നിലുള്ളത്. ലോകയുടെ ഹിന്ദി കളക്ഷനിലേക്ക് കടന്നു വരാം. മണിക്കൂറിൽ 201 ഒരു ദിവസം 201.12 ടിക്കറ്റ്സ് ആണ് സിനിമയ്ക്ക് വിറ്റുപോകുന്നത്. ഇപ്പോൾ മണിക്കൂറിൽ 15,000-ഓളം ടിക്കറ്റുകളും വിറ്റുപോകുന്നു. അപ്പോൾ ലോകയുടെ ഹിന്ദി വേർഷൻ കളക്ഷനിലേക്ക് ഒന്ന് വരാം. അതിനു മുന്നോടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ വാരത്തിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 3 കോടിയോളമാണ് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന്. സിനിമ ഇറങ്ങി 9 ദിനങ്ങൾ പിന്നിട്ട് 10ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 9ഉം 8ഉം ദിനങ്ങളിൽ അത്ര മികച്ചതായിരുന്നില്ല. 400ഓളം ഷോകൾ ഉണ്ടായിരുന്നത് അത് വെട്ടിച്ചുരുക്കുന്ന ഒരു കാര്യം കണ്ടു. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇടിവുകളൊന്നും തന്നെ അത് വലുതായി കാണാനില്ല. 8ാം ദിവസം സിനിമ നേടിയത് 24 ലക്ഷം രൂപയാണെങ്കിൽ 9ാം ദിവസം 19 ലക്ഷം. ആദ്യ ദിനത്തെ അതേപോലെയുള്ള കളക്ഷൻ, അതായത് 9 ദിവസത്ത് നിന്ന് ലഭിച്ചത് 3 കോടി 10 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന്. അത് അത്ര മോശമല്ല. വലിയ പ്രൊമോഷനോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചെന്നിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ലെവലിൽ ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ ഇപ്പോൾ ഒരു 6 കോടിക്ക് മുകളിൽ ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയേനെമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബോംബെയിലും പൂനെയിലുമൊക്കെ നമുക്ക് അത്യാവശ്യം ഓറഞ്ച് അലർട്ട് ഉണ്ട്. വലിയ സ്ഥലങ്ങളോ കാര്യങ്ങളായിട്ടല്ല, 10, 20, 25 ഷോകൾ കാണിക്കുമ്പോൾ അതിനകത്തിൽ 8, 9 ഷോകൾ വരെ ഓറഞ്ച് അലർട്ട് കാണിക്കുന്നുണ്ട്. അത് ഉച്ച സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ വരും. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെയാണ്. അതായത് അങ്ങനെയാണെങ്കിൽ സിനിമ 10 ദിവസം കൊണ്ട് 3.5 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. തൊട്ട് മുന്നിൽ നിൽക്കുന്നത് മാർക്കോ എന്ന 14.5 കോടി നേടിയ ചിത്രമാണ്. എന്താണേലും ഹിന്ദിയിലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തമിഴ്, തെലുങ്ക്, കന്നഡ വേർഷൻസ് എല്ലാം തന്നെ സിനിമ 10 കോടിക്ക് മുകളിൽ നേടിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് എല്ലാ മേഖലയിലും 10 കോടിക്ക് മുകളിൽ നേടാൻ കഴിയുന്നത്. കന്നഡയിൽ നിന്ന് സിനിമ 11 കോടി കടക്കുമ്പോൾ നമുക്ക് ഹിന്ദിയിൽ നിന്ന് 3.5 കോടിയിലേക്ക് എത്തുന്നു എന്ന് പറയാം. തമിഴിൽ സിനിമ 15 കോടിയിലേക്ക് എത്തുമ്പോൾ കർണാടകത്തിൽ സിനിമ 16 കോടി, തെലുങ്കിൽ സിനിമ 16 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ്. എന്താണെങ്കിലും ബോക്സ് ഓഫീസിൽ തരംഗം തന്നെയാണ്. ഹിന്ദിയിൽ ചൂടൻ ചർച്ചയുമായി സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമ വലിയ സക്സസ് ആയി മാറിയിരിക്കുകയാണ്. ഇനിയും ഇന്ത്യൻ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ തന്നെ സിനിമ അതിനും മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടെ 130 കോടിയിലേക്ക് ഓൾ ഇന്ത്യ കളക്ഷനിലേക്ക് സിനിമ എത്തുമെന്നാണ്. അതായത് ഓവർസീസിൽ 100 കോടി കടക്കുന്ന സിനിമ 105 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇന്ന് ഇന്ത്യയിൽ നിന്ന് 125, 130 കോടിക്ക് മുകളിലേക്ക് എത്തും. അതായത് വലിയ രീതിയിലുള്ള കളക്ഷൻ. അതോടുകൂടി തന്നെ ഞായറാഴ്ചയുടെ സിനിമ 260, 65 ഓവർസീസിൽ വീണ്ടും കളക്ഷൻ കൂടുന്ന പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുന്നത്. $1 മില്യൺ കയറുന്ന ആ ഒരു നേരത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 800 കോടിക്ക് മുകളിൽ ഓസ്ട്രേലിയ എന്നുള്ളതാണ് സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. സിംഗപ്പൂർ, മലേഷ്യ എല്ലായിടങ്ങളിലും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെ സിനിമയ്ക്ക് വരുമ്പോൾ ഈ ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിത്രം എന്ന് തന്നെ ഇങ്ങനെ ഒരു തരംഗം എന്ന് തന്നെ പറയാൻ. വേറെ ഒന്നുമല്ല, ഈ സിനിമ ഇതുവരെ ഇറങ്ങിയ രാജ്യങ്ങളിലും ദേശങ്ങളിലും ജനങ്ങൾക്കിടയിലുമെല്ലാം ഒരേ അഭിപ്രായം, പോസിറ്റീവ്, എക്സ്ട്രാ ഓർഡിനറി ബെസ്റ്റ്, കൊള്ളാം, അതിഗംഭീരം എന്നുള്ളത്. നമുക്ക് പ്രാക്ടീസ് മുഖാന്തരമുള്ള ഷോയിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയത് നമുക്ക് നോക്കാം. 47,71,000 എന്നുള്ളതാണ് ഈ ഒരു നിമിഷം നിൽക്കുന്നത്. അതായത് ഇന്നത്തോടെ 49 ലക്ഷം ടിക്കറ്റിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് 47,71,000 ടിക്കറ്റുകൾ വിറ്റുപോയി ഇതുവരെയുള്ള മണിക്കൂറുകളിൽ എന്നുള്ളതാണ് ടോട്ടലായി കാണുന്നത്. സിനിമയുടെ ഓവറോൾ ഒക്യുപ്പൻസിയും 70% നിൽക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ശനിയാഴ്ച അതിഗംഭീരമായിരിക്കും. നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇന്ന് 5 കോടി, 6 കോടി, 7 കോടി ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ ഏതിലേക്കാണ് സിനിമ എത്താൻ പോകുന്നത്, ഏത് മൈൽ സ്റ്റോൺ ആയിരിക്കാം എന്ന് പിന്നിടാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. വേറെ ഒന്നുമല്ല, 2 കോടി 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ പ്രീ സെയിൽ ഇന്നത്തേത് വന്നിരിക്കുന്നത്. 11ാം ദിനത്തിൽ കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സുകൾക്കും കാര്യങ്ങളും കേട്ട് ഇന്ന് സിനിമ കാണാൻ പോകുന്ന, ആദ്യമേ സിനിമ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം.